സുഹൃത്തുക്കളെ, നാട്ടിലെ ചില നാട്ടിൻപുറത്തെ കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞങ്ങളുടെ എടപ്പാളിൽ നിന്നും കുറ്റിപ്പുറം റോഡിന് വന്നു കഴിഞ്ഞാൽ അണ്ണക്കമ്പാട് എന്നൊരു ചെറിയ സ്ഥലം കിട്ടും. അവിടുന്ന് ഇടതുവശത്തേക്കുള്ള റോഡിന് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ളൊരു പാടത്തേക്കാണ് വന്നെത്തുക. ഇത് ഇവിടെ കായലും കൃഷിസ്ഥലമൊക്കെ കൂടിയിട്ടുള്ളൊരു സ്ഥലമാണ്. പിന്നെ പ്രധാനമായും ഇവിടെ ആളുകൾ രാവിലെ നടക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇവിടെ വരാറുള്ളത്. ഒരുപാട് പേര് ഇവിടെ നടക്കാൻ ഇറങ്ങാറുണ്ട്. നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നടത്തം കൂടാതെ ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളും കാണാൻ വേണ്ടി ആളുകൾ വരാറുണ്ട്. പാടത്തുനിന്ന് നേരെ വന്ന് കയറുന്നത് ഇതുപോലെയുള്ളൊരു സ്ഥലത്തേക്കാണ്, ഒരു ഗ്രൗണ്ടിലേക്കാണ്. ഇവിടെയാണ് പൊറൂക്കാവ് ക്ഷേത്രമൊക്കെ ഉള്ളത്. ഇവിടെ ഉത്സവം നടക്കുന്നൊരു സ്ഥലം കൂടെയാണ്. ഈ ഗ്രൗണ്ടൊക്കെ ഫുള്ളായിട്ട് കച്ചവടക്കാരെ കൊണ്ടൊക്കെ നിറയുന്നൊരു സമയം വരാൻ പോവുകയാണ് പൂരത്തിന്. അതുപോലെ നമ്മളിപ്പോൾ കണ്ട പാടത്തിൻ്റെ ഭാഗത്തൊക്കെ ആയിരുന്നു ആദ്യകാലങ്ങളിലൊക്കെ വെടിക്കെട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ വെടിക്കെട്ടൊന്നും ഇല്ല. ഇതാണ് പൊറൂക്കര ക്ഷേത്രത്തിൻ്റെ മുൻവശം. അവിടുന്ന് നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ശ്രീധരേട്ടൻ്റെ ചായക്കട, ഒരു പഴമ നിറഞ്ഞ ഒരു കാഴ്ചയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുക. ഇപ്പോൾ കടയിലുള്ളത് ശ്രീധരേട്ടൻ്റെ മകനാണ്. അദ്ദേഹം ജോലിക്ക് പോകുന്നതിന് മുൻപായിട്ട് കാലത്ത് കട തുറക്കുന്നതും സാധനങ്ങളൊക്കെ പുറത്തേക്ക് എടുത്തു വയ്ക്കുന്നതൊക്കെ അദ്ദേഹമാണ്. അദ്ദേഹം ജോലിക്ക് പോകുമ്പോഴാണ് അച്ഛൻ കടയിലേക്ക് വരുന്നത്. മുൻപ് കാലത്ത് ചായയും അതുപോലെ തന്നെ കടികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ചായ മാത്രമാക്കി മാറ്റിയിട്ടുണ്ട്. എടപ്പാള് തട്ടാൻപടി ഭാഗത്തുനിന്ന് വരുന്ന ഒരു വഴിയിലാണ് ഈ ഒരു ആൽമരവും അതിന് ചെറിയൊരു തറയൊക്കെ കാണാം. അവിടുന്ന് കുറച്ചും കൂടെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇതുപോലെയുള്ളൊരു നാട്ടിൻപുറത്തെത്തും. ഇവിടേക്ക് പറയുന്നത് തറക്കൽ എന്നാണ്. ഇവിടുത്തെ ഒരു പ്രധാന ആകർഷണങ്ങളാണ് ഈ ഒരു പഴയ ബിൽഡിങ്ങുകളും അതുപോലെ ആ മുൻപിലൊരു ആൽമരമൊക്കെ കാണാം, ആൽത്തറയും അതിനോട് ചേർന്നിട്ടുള്ള ബസ് സ്റ്റോപ്പും. അപ്പോൾ ഇവിടെയാണ് ആളുകളൊക്കെ വന്നിരുന്ന് വർത്തമാനം പറയാനൊക്കെ ഇരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ചായക്കടയുടെ കുറവുണ്ട്. അപ്പോൾ അവിടെ വെച്ച് സംസാരിക്കുന്ന സംസാരങ്ങളൊക്കെ ഇപ്പോൾ കൂടുതലും ഈ ബസ് സ്റ്റോപ്പുകളിലാവും നടക്കുന്നുണ്ടാവുക. അങ്ങനെ മനോഹരമായിട്ടുള്ളൊരു നാട്ടിൻപുറത്തെ കാഴ്ചകളാണ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്. വലിയ ബിൽഡിങ്ങുകളോ അങ്ങനെ ഒന്നും ഇല്ലാത്ത ഒരു കൊച്ചു ഒരു നാട്ടിൻപുറം. ഒരു 90കളിലെ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളതുപോലെയുള്ള ഒരു സ്ഥലം. ആ ഒരു പഴയ സൈക്കിളും കുറച്ച് കാരണവന്മാരൊക്കെ കൂടി ഇരുന്ന് സംസാരിക്കുന്നതും അങ്ങനെയൊക്കെ നല്ലൊരു കാണാൻ ഭംഗിയുള്ള കാഴ്ചകളാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. ഈ വഴി നേരെ പോകുന്നത് നരിപ്പറമ്പിലേക്കാണ്. നരിപ്പറമ്പ് അതുപോലെ ചെമ്പ്രവട്ടം പാലം കടന്നിട്ട് തിരൂരിലേക്കൊക്കെ പോകാൻ പറ്റുന്ന റൂട്ടാണ്. ഇതുപോലെയുള്ള കെട്ടിടങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനാണ് പാട്. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഇടിച്ചു നിരത്തി പുതിയ ബിൽഡിങ്ങുകളൊക്കെ ആക്കി മാറ്റുന്നത്. ഇപ്പോൾ ഈ ഒരു കെട്ടിടം തന്നെ നോക്കിയാൽ കാണാം, ആ ഒരു മേൽഭാഗത്തെ ഓടൊക്കെ ഇളകി താഴേക്ക് വെള്ളം ഒക്കെ ചോരുന്നൊരു അവസ്ഥയൊക്കെ വരും. അപ്പോൾ മറ്റുള്ള ഭാഗത്തിനൊക്കെ അത് കേടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരം ബിൽഡിങ്ങുകളൊക്കെ വേഗം പൊളിച്ചു നീക്കി പുതിയ ബിൽഡിങ്ങുകൾ പണിയുന്നത്. അപ്പോൾ ഇതൊക്കെ നിലനിൽക്കുന്നത് വരെ നമുക്ക് ഇത്തരം കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഇതൊക്കെയാണ് തറക്കൽ എന്ന ചെറിയൊരു നാട്ടിൻപുറത്തിൻ്റെ കാഴ്ചകൾ. അപ്പോൾ കുറച്ചു നേരം നിന്നപ്പോൾ ഒരു ബസ് വന്നു. എടപ്പാളിലേക്ക് പോകുന്ന ബസ്സാണ്. അങ്ങനെ ആ ബസ് വന്ന് ആളെ ഇറക്കി ആ ബസ് തിരിച്ചു പോയി. അങ്ങനെ നമ്മളും അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് തിരിച്ചു. തറക്കൽ കഴിഞ്ഞിട്ട് തന്നെ കുറച്ചും കൂടെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇടത് ഭാഗത്തേക്കായിട്ടൊരു വഴി കിട്ടും. ആ വഴി ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇതുപോലെയുള്ളൊരു സ്ഥലത്തേക്കാണ് വന്നു ചേരുക, ഒരു പാടത്തേക്ക്. ആ പാടത്ത് വലിയൊരു തോടും ഒഴുകി പോകുന്നുണ്ട്. അവിടെ ഇതുപോലൊരു പാലം കാണാൻ പറ്റും, ചുവന്ന പാലം. ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത്.
ഇവിടെ ചൂണ്ടയിടാനും മീൻ പിടിക്കാനൊക്കെ ആയിട്ട് ആളുകളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ നമ്മൾ വന്ന സമയത്ത് ആരെയും കണ്ടിട്ടില്ല. നമ്മളിതിലേക്ക് യാത്ര ചെയ്യുന്നതാണ്. അന്നേരമൊക്കെ കൂടുതൽ മീൻ പിടിക്കാനൊക്കെ ആളുകൾ ഉണ്ടാവാറുണ്ട്. ഇവിടെ ആ പാടത്തിന് സൈഡിലായിട്ടൊരു മോട്ടോർ ഷെഡാണോ എന്ന് അറിയില്ല, അതിനോട് ചേർന്നിട്ട് തന്നെ ചെറിയൊരു ഏർമാടം പോലൊരു സംഭവമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ആ പച്ചപ്പിനിടയിൽ അതുപോലെയുള്ള ഏർമാടങ്ങളൊക്കെ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. നല്ല വീതിയുള്ളൊരു തോടാണ് ഇതിലൂടെ ഒഴുകുന്നത്. ഈ വെള്ളം നേരെ ചെല്ലുന്നത് ബിയ്യം കായലിലേക്കാണ്. അതുപോലെ പാടത്ത് പശുക്കളൊക്കെ പുല്ല് തിന്നുന്നതൊക്കെ ഇവിടെ വരുമ്പോൾ കാണാൻ നല്ല രസമുള്ള കാഴ്ചയാണ്. നല്ല പച്ചപ്പിൽ നിൽക്കുന്നൊരു സമയം കൂടെയാണ്. ഉയരം കുറഞ്ഞ കുറച്ച് തെങ്ങുകളൊക്കെ ആ വരമ്പിന് സമീപത്തായിട്ട് കാണാൻ സാധിക്കും. അതൊക്കെ നല്ല ഭംഗി തരുന്ന കാഴ്ചകളാണ്. അങ്ങനെ അല്പസമയം നമ്മൾ ഇവിടെ നിന്നിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പതിയെ യാത്ര തിരിച്ചു. അവിടുന്ന് നമ്മൾ പോത്തന്നൂർ വഴി മാണിക്യപാലത്തിൻ്റെ ഭാഗത്തേക്ക് വന്നപ്പോഴാണ് നല്ല സൂര്യാസ്തമയത്തിൻ്റെ ഒരു സമയം കൂടെയാണ്. നല്ല മഴക്കാറുമുണ്ട്. അതിനിടയിൽ ആ ഒരു മഞ്ഞയും ചുവപ്പും ഓറഞ്ചൊക്കെ കലർന്നിട്ടുള്ള ഒരു കളറൊക്കെ ഇങ്ങനെ ആകാശത്ത് ഇങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ആ ഒരു തോടിനോട് ചേർന്നിട്ടുള്ള ആ ഒരു തെങ്ങും ചുറ്റും പാടത്തിൻ്റെ പച്ചപ്പൊക്കെ നിറഞ്ഞു നിൽക്കുമ്പോൾ നല്ലൊരു ഭംഗി തോന്നി. അതാണ് ഇവിടെ നിർത്തിയത്. ആ റോഡിനോട് ചേർന്നിട്ടൊരു പള്ളിയൊക്കെ കാണാം. ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് നമുക്ക് കിട്ടുന്നത്. തോടുകളും ചെറിയ കായലുകളും പുഴകളൊക്കെ ആയിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ ഒരു ഭാഗങ്ങളൊക്കെ. പോത്തന്നൂർ കഴിഞ്ഞാൽ നരിപ്പറമ്പ്, പിന്നെ ചമറവട്ടം. അപ്പോൾ എവിടെയൊക്കെ എപ്പോഴും വെള്ളം നിൽക്കുന്നൊരു സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും പച്ചപ്പ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. ഇപ്പോൾ എടപ്പാളിലേക്ക് പോകുന്നൊരു ബസ്സാണ് വരുന്നത്. ആ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ നരിപ്പറമ്പ്, ചമറവട്ടം, അങ്ങനെ തിരൂർ ഭാഗത്തേക്ക് പോകുന്ന റോഡ് കൂടെയാണ്. സ്കൂളൊക്കെ കഴിഞ്ഞ് പിള്ളേർ സെറ്റൊക്കെ സൈക്കിളും കൊണ്ട് കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ തോടിലൂടെ ഒഴുകുന്ന വെള്ളമൊക്കെ എടുത്ത് വണ്ടികളൊക്കെ കഴുകുന്നതൊക്കെ കാണാം. ഇപ്പം നിൽക്കുന്നത് തിരുത്ത് എന്ന് പറയുന്നൊരു സ്ഥലത്തേക്ക് പോകുന്നൊരു റൂട്ടുണ്ടെന്ന് പറഞ്ഞു. അവിടെ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണെന്ന് പറഞ്ഞപ്പോഴാണ് ആ വഴിക്ക് തിരിഞ്ഞത്. അവിടേക്ക് പോകുന്ന റൂട്ടാണ് കാണാൻ രസം. അപ്പോൾ തിരുത്തി എന്ന് പറയുന്നൊരു ഭാഗം ഒരു ദ്വീപ് പോലെ. നമുക്ക് ഇവിടുന്ന് ഒരു വഴിയേ ഉള്ളൂ. ഈ വഴി നേരെ പോയി കഴിഞ്ഞാൽ അവിടെ കറങ്ങി തിരിച്ച് ഈ വഴി തന്നെ ഇങ്ങോട്ട് വരണം എന്നാണ് പറഞ്ഞത്. അവിടേക്ക് ഇതുവരെ പോയിട്ടില്ല. അവിടെ കുറച്ച് വീടുകളുള്ള ഒരു സ്ഥലമാണ്. ഒരു വഴി മാത്രമേ ഉള്ളൂ, നമുക്ക് ഔട്ട് ചെയ്യാൻ വേറെ വഴിയില്ല എന്നാണ് അറിഞ്ഞത്. ഈ ഒരു വഴി തന്നെ പോയിട്ട് തിരിച്ചു വരണം. നമ്മുടെ ഒരു ദ്വീപ് പോലെയുള്ള ഒരു സ്ഥലം. ഇപ്പോൾ ഇതുപോലെ ഈ പാടത്തിന് നടുവിലൂടെയുള്ള വഴികളൊക്കെ നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടൊക്കെ വരുന്നുണ്ട്. ചുറ്റും ഇതുപോലെയുള്ള കൈവരിയൊക്കെ വെച്ച് കുറച്ചും കൂടെ സേഫ്റ്റി ആക്കിയിട്ടും കൂടുതലായിട്ടും ആളുകളൊക്കെ വന്ന് നിന്ന് ഫോട്ടോ എടുക്കാനും റീൽസ് എടുക്കാനൊക്കെ വരാൻ പറ്റുന്ന ഒരു സ്ഥലമാക്കിയിട്ട് മാറ്റുന്നുണ്ട്. പല സ്ഥലങ്ങളിലായിട്ട് ഇപ്പോൾ കണ്ടുവരുന്നൊരു കാര്യമാണ് ഇതുപോലെ എന്താ പറയുക, സൗന്ദര്യവൽക്കരണം ചെയ്യാന്നൊക്കെ പറയുന്ന പോലെ ഇത്തെ കാര്യങ്ങൾ. എന്തായാലും ഒരു നല്ല കാര്യങ്ങളാണ്. പല സ്ഥലങ്ങളിലും ഇത് ചെയ്തു പോരുന്നുണ്ട്. ആ ഒരു ഭംഗി ആസ്വദിക്കാനൊക്കെ ആയിട്ട് വരുന്ന ആളുകൾക്ക് അവിടെ നിൽക്കാനൊക്കെ ഒരു നല്ല സേഫ്റ്റി ആയിട്ട് നിൽക്കാനൊക്കെ പറ്റുന്നൊരു സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ്. ഇതാണ് തിരുത്തി ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള കാഴ്ചകളൊക്കെ. കുറച്ച് ലൈറ്റ് കുറഞ്ഞു വരുന്നുണ്ട്. ഏകദേശം ഇരുട്ടാവാറായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല മഴക്കാറുമുണ്ട്. പിന്നെ എന്തായാലും ലൈറ്റ് ഇല്ലാണ്ട് ഇവിടെ നിന്ന് വീഡിയോ എടുക്കുന്നത് കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ ചെറുതായിട്ട് നല്ല രീതിയിൽ തന്നെ മഴക്കാറുമുണ്ട്. അതുപോലെ സൂര്യൻ അസ്തമിക്കാൻ പോകുമ്പോഴുള്ള ആ ഒരു ആകാശത്തെ ആ ഒരു ചുവപ്പും ഓറഞ്ചും കലർന്നിട്ടുള്ള ഒരു കളറൊക്കെ ഇങ്ങനെ പരക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെയുള്ള കാഴ്ചകൾ നമ്മൾ സ്ഥിരം കാണുന്നതാണ്. ഇവരിങ്ങനെ ലൈനായിട്ട് ഈ പറവകളൊക്കെ പോകുന്നത്.
എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക് യു.